ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള 2 ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി വർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുന്നുണ്ട്. അതിനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ജെ മോഡലിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒരു ഹാത്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അങ്ങനെ ജെ മോഡലിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കത്രിക വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അങ്ങനെ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കാശ് കൊടുക്കാതെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഐഡിയാസ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട് അലങ്കരിച്ച് വെക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഇത് ചെറിയൊരു റെഡ് കളർ റിബൺ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ജെ മോഡലിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഐറ്റത്തിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മൊത്തം ഇതുപോലെയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഐറ്റം എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്ന ഐറ്റംസ് ആണ്. വെറുതെ എന്തിനാ കാശ് കൊടുത്ത് വാങ്ങുന്നത്? ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ പോരെ. അപ്പോൾ ഇതെന്തായാലും ക്രിസ്മസിന് മുന്നേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇതേ ആവശ്യമുള്ള അത്രയും റിബണ് ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അവസാനത്തെ ആ റിബണും ഇതേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് വെസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീയൂസിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വെറും പ്ലാസ്റ്റിക്കും പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് പുതിയ ഐറ്റംസ് ഉണ്ടാക്കിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കാശ് കളയാണ്ട് അടിപൊളിയായിട്ട് പുതിയ ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയിട്ട് കാണും. എന്നാലും ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഒരു കോട്ടൺ ക്യാരി ബാഗാണ്. റെഡ് കളറിലുള്ള ക്യാരി ബാഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതുപോലത്തെ ഒരു ക്യാരി ബാഗ് സംഘടിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ 3 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നൂല് വെച്ച് കെട്ടി കൊടുത്തിട്ട് 3 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ കളറിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ്. അപ്പോൾ അതേ സെയിം മെത്തേഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ട് ആവശ്യമുള്ള ഭാഗം നൂല് വെച്ച് കെട്ടിക്കൊടുത്ത് അത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളല്ലാണ്ട് ഈ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറ് പെറ്റലിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡിഫറൻറ്റ് ഷേപ്പിലൊന്ന് സൈഡ് തിരിച്ച് കട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം. എന്നിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു എനിക്കത് എന്താണ് ഐറ്റം എന്നെനിക്ക് പറയാൻ അറിയില്ല. നമ്മുടെ ആ ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ് എന്ന് നമുക്ക് പറയാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഭാഗത്ത്, അതായത് ആ ഒരു തലപ്പത്ത് അവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്തില്ല ആ ഒരു റെഡ് കളർ ഓരോ ബോൾസ് 3 എണ്ണം, ഇതിൻ്റെ നടുക്കായിട്ട് ആ 3 എണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഗ്ലൂ. അതായത് പെട്ടെന്ന് ആ ഒരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാം, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതുള്ളവർ ഇതെടുക്കുക. ഫെവിക്കോൾ ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും, എന്നാലും നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അങ്ങനത്തെ 3 എണ്ണം ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എൻ്റെ അടിപൊളി ഐറ്റമാണ്. ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വെറുതെ പൈസ കൊടുത്ത് ഇതുപോലത്തെ ഐറ്റംസൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഈസിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസും ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഈസി വർക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ദേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്രിസ്മസിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് പോകാം. ഐഡിയ നമ്പർ 2. അടുത്തായിട്ട് ഞാൻ ദേ കളർ പേപ്പറും പിന്നെ അല്ലാതെ നമ്മുടെ ബുക്കിൻ്റെ വൈറ്റ് കളർ ഷീറ്റ് പേപ്പറും എടുക്കുന്നുണ്ട്. എന്നിട്ട് ദേ ഒരു വള എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വളയുടെ അളവിനാണ് ആ ഒരു സർക്കിൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ആ വള വെച്ചിട്ട് ആ ഒരു അളവിന് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് 6 പീസാണ് ആവശ്യം. അതുപോലെ 6 പീസ് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡാണ് ആ വൈറ്റ് പേപ്പറിലും ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അങ്ങനെ എല്ലാ സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എടുത്തിട്ടുള്ള എല്ലാ സർക്കിളും സെയിം മെത്തേഡിൽ തന്നെയാണ് മടക്കി എടുക്കേണ്ടത്. അങ്ങനെ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്ലൂ തേക്കുന്നത് പോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നടുക്കായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വര കൊടുക്കുക, ഒട്ടിക്കുക. അടുത്തതെടുക്കുമ്പോൾ അതായത് ഒരു ലൈൻ മുകളിലും താഴത്തെ ലൈൻ അങ്ങനെ ആ ഒരു മെത്തേഡിലാണ് ഈ കാണിക്കുന്ന മെത്തേഡിലാണ് ആ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓരോ പേപ്പറിൻ്റെയും ഒന്നിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ചിട്ടുള്ളത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പേപ്പറിൻ്റെയും സെൻറ്ററിലും കൂടെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇത് നന്നായിട്ട് ഒട്ടി ഒന്ന് നോക്കുന്നുണ്ട്. ഒട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ നടുക്ക് ഞാൻ ഗ്ലൂ തേക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഓരോന്നായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലാസ്റ്റും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയത് ഇതല്ലായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിയതിന് ശേഷം മാത്രം നിവർത്താൻ നോക്കുക. ഞാൻ നിവർത്തി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാൻ റെഡ് കളർ റിബൺ അതിൻ്റെ ബാക്ക് സൈഡിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ അല്ലേ? ചെയ്തിട്ടുള്ള 2 വർക്കും സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.